ഹായ് എല്ലാവർക്കും നമസ്കാരം. BSc അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ PSCയുടെ PYQ 10th പ്രിലിംസിൻ്റെ PYQസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ വരുന്നത് തൃശ്ശൂരാണ്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. അപ്പം നമുക്ക് കുറച്ച് യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ആസ്ഥാനങ്ങളും ഒന്ന് നോക്കാം. കേരള യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? അതിരമ്പുഴ. കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിലാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. അടുത്ത പോയിന്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. അടുത്ത പോയിന്റ്, കുസാറ്റ് എവിടെയാണ്? കളമശ്ശേരി. കൊച്ചി കളമശ്ശേരിയിലാണ് കുസാറ്റിൻ്റെ ആസ്ഥാനം. അടുത്ത പോയിന്റ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ്. അടുത്ത പോയിന്റ്, കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തിയിലാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചെറുതുരുത്തി. അടുത്ത പോയിന്റ്, മലയാളം സർവകലാശാല മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. മലയാളം സർവകലാശാല മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡാണ്. അടുത്തത്, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കാലടിയിലാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? കാലടി. അടുത്ത പോയിന്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? താവക്കര, കണ്ണൂരിലാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? താവക്കര, കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരിലാണ്. അടുത്ത പോയിന്റ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിലാണ്. അടുത്ത പോയിന്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ്. അടുത്ത പോയിന്റ്, കുസാറ്റിൻ്റെ ആസ്ഥാനം കളമശ്ശേരി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ്. അടുത്ത പോയിന്റ്, കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലയാളം സർവകലാശാല എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ്. അടുത്ത പോയിന്റ്, കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡാണ്. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡ് ജില്ലയിലാണ്. അടുത്ത പോയിന്റ്, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കാലടിയിലാണ്. അടുത്തത്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലെ താവക്കരയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? എന്താണ് ചോദ്യം? അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? ടെന്നീസാണ് അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. അപ്പോൾ നമുക്ക് അർജുന അവാർഡ് നോക്കാം. എന്താണ്? ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ്. ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണെന്ത്? അർജുന അവാർഡ്. 1961 അർജുന അവാർഡ് ഏർപ്പെടുത്തിയത്. 1961 അർജുന അവാർഡ് ഏർപ്പെടുത്തിയത്. അടുത്ത പോയിന്റ്, അർജുന അവാർഡിൻ്റെ സമ്മാന തുക എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. മുൻപ് 5 ലക്ഷം രൂപയായിരുന്നു. അർജുന അവാർഡിൻ്റെ ഇപ്പോഴത്തെ സമ്മാന തുക എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. മുൻപ് 5 ലക്ഷം രൂപയായിരുന്നു. അടുത്ത പോയി നോക്കാം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് ആര്? ആദ്യ മലയാളി വനിതയാണ് KC ഏലമ്മ. 1975 അവരൊരു വോളിബോൾ പ്ലെയറാണ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് ആര്? KC ഏലമ്മ. 1975 നേടിയത്. അവരൊരു വോളിബോൾ പ്ലെയറാണ്. അടുത്തത്, അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് ആര്? C ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് ആര്? C ബാലകൃഷ്ണൻ. എന്തിനാണ്? പർവ്വതാരോഹണത്തിനാണ് കിട്ടിയത്. 1965 കിട്ടിയിട്ടുണ്ട്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് C ബാലകൃഷ്ണൻ. എന്തിനാണ് കിട്ടിയത്? പർവ്വതാരോഹണം 1965 ലഭിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ്, അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റാണ് ആര്? TC യോഹന്നാൻ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റാണ് TC യോഹന്നാൻ. എന്താണ് ലഭിച്ചത്? 1974 ലഭിച്ചത്. 1974 ലഭിച്ചത്. TC യോഹന്നാൻ എന്താണ് ലഭിച്ചത്? 1974 ലഭിച്ചത്. അടുത്ത പോയിന്റ്, അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരമാണ് IM വിജയൻ. IM വിജയൻ എന്നാണ് ലഭിച്ചത്? 2003 ലഭിച്ചത്. അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരമാണ് IM വിജയൻ. IM വിജയൻ അവാർഡ് ലഭിച്ചത് 2003.
അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? ടെന്നീസാണ്. അടുത്ത പോയിന്റ് നോക്കാം. അർജുന അവാർഡ് എന്താണ്? ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ്. 1961 ഇത് നൽകി തുടങ്ങിയത്. 1961 അർജുന അവാർഡ് ഏർപ്പെടുത്തിയത്. അടുത്ത പോയിന്റ് അർജുന അവാർഡിന്റെ സമ്മാന തുക എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. മുൻപ് ഇത് 5 ലക്ഷം രൂപയായിരുന്നു. അടുത്ത പോയിന്റ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് ആര്? KC ഏലമ്മ. 1975 ലഭിച്ചത്. വോളിബോൾ പ്ലെയറാണ്. അർജുന അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി വനിതയാണ് ആര്? KC ഏലമ്മ. 1975 വോളിബോൾ പ്ലെയറാണ് അവര്. അടുത്ത പോയിന്റ് ആദ്യ മലയാളിയാണ്. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളിയാണ് ആര്? C ബാലകൃഷ്ണൻ. C ബാലകൃഷ്ണന് എന്താണ് ലഭിച്ചത്? 1965 ലഭിച്ചിട്ടുണ്ട്. 1965 C ബാലകൃഷ്ണന് ലഭിച്ചത്. എന്തിനാണ്? പർവ്വതാരോഹണത്തിനാണ് ലഭിച്ചത്. അടുത്ത പോയിന്റ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റാണ് TC യോഹന്നാൻ. 1974 ലഭിച്ചിട്ടുണ്ട്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റാണ് ആര്? TC യോഹന്നാൻ. 1974 ലഭിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരമാണ് IM വിജയൻ. 2003 ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ വരുന്നത് D ആണ്. 1ഉം 3ഉം ആണ്. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. അടുത്തത് കുടുംബശ്രീയെ കുറിച്ച് നോക്കാം. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് എന്ത്? കുടുംബശ്രീ. എന്താണ്? കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. അടുത്ത പോയിന്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത് 1994 ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ്, ജില്ലയിലല്ല. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത് 1994 ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ്. അടുത്ത പോയിന്റ് കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 1998 മെയ് 17 മലപ്പുറത്താണ്. എന്താണ്? കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 മലപ്പുറം ജില്ലയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EK നായനാരാണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി. പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? പാലോളി മുഹമ്മദ് കുട്ടിയുമായിരുന്നു. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി EK നായനാരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു? പാലോളി മുഹമ്മദ് കുട്ടിയുമായിരുന്നു. അടുത്ത പോയിന്റ് നോക്കാം. നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ ആരംഭിച്ചത് എന്താണ്? 1999 ഏപ്രിൽ 1 എന്താണ്? നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ ആരംഭിച്ചത് 1999 ഏപ്രിൽ 1 എന്താണ് കുടുംബശ്രീയുടെ പ്രത്യേകതയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ അറിയപ്പെടുന്നതാണ് എന്ത്? കുടുംബശ്രീ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായിട്ട് അറിയപ്പെടുന്നത് എന്താണ്? കുടുംബശ്രീയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായിട്ട് അറിയപ്പെടുന്നത് കുടുംബശ്രീയാണ്. അടുത്ത പോയിന്റ് കുടുംബശ്രീയുടെ ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക. കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക. അതാണ് കുടുംബശ്രീ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണെന്ത്? കുടുംബശ്രീ. എന്നാണിത്? പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത് 1994 ആലപ്പുഴ ജില്ലയിലാണ്. അടുത്തത് കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1998 മെയ് 17 മലപ്പുറം ജില്ലയിലാണ്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1998 മെയ് 17 മലപ്പുറം ജില്ലയിലാണ്. അടുത്ത പോയിന്റ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? EK നായനാരും അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു ആര്? പാലോളി മുഹമ്മദ് കുട്ടി. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി EK നായനാരും അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയുമാണ്. അടുത്ത പോയിന്റ്
നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ ആരംഭിച്ചത് എന്നാണ് 1999 ഏപ്രിൽ 1 നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ ആരംഭിച്ചത് 1999 ഏപ്രിൽ 1. അടുത്ത പോയിന്റ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായിട്ട് അറിയപ്പെടുന്നതാണ് എന്ത്? കുടുംബശ്രീ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായിട്ട് അറിയപ്പെടുന്നതാണ് എന്ത്? കുടുംബശ്രീ. അടുത്ത പോയിന്റ്, ഇതിന്റെ ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം നോക്കാം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണെന്നാണ് ചോദ്യം. പത്തനംതിട്ടയാണ് ഉൾപ്പെടാത്തത്. കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം ഒക്കെ ഉൾപ്പെടുന്ന ജില്ലയാണ്. ഇനി സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് നോക്കാം. സിൽവർ ലൈൻ പദ്ധതിയുടെ ഏകദേശ നീളം 529.45 കിലോമീറ്ററാണ്. ആകെ സ്റ്റേഷനുകളുടെ എണ്ണം 11. സിൽവർ ലൈൻ പദ്ധതികളുടെ ആകെ സ്റ്റേഷനുകളുടെ എണ്ണം 11. അതിൽ ഉൾപ്പെടുന്ന സ്റ്റേഷനുകളാണ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, തൃശ്ശൂർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, എറണാകുളം, കോട്ടയം, ചെങ്ങന്നൂർ, കൊല്ലം, തിരുവനന്തപുരം ഒക്കെ സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ജില്ലകളാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, തൃശ്ശൂർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, എറണാകുളം, കോട്ടയം, ചെങ്ങന്നൂർ, കൊല്ലം, തിരുവനന്തപുരം ഒക്കെ ഇതിൽ ഉൾപ്പെടുന്ന 11 സ്റ്റേഷനുകളാണ്. അടുത്തത്, പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയാണ് ആര്? കെ-റെയിൽ. പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയാണ് കെ-റെയിൽ. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കെ-റെയിലിന്റെ ഫുള്ള്. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അടുത്ത പോയിന്റ്, കെ-റെയിൽ മെയിൻ്റനൻസ് ഡിപ്പോ വർക്ക്ഷോപ്പ് സ്ഥാപിതമാകുന്ന സ്ഥലമാണ് ഇവിടെ? കൊല്ലം. കെ-റെയിൽ മെയിൻ്റനൻസ് ഡിപ്പോ വർക്ക്ഷോപ്പ് സ്ഥാപിതമാകുന്ന സ്ഥലമാണ് ഇവിടെ? കൊല്ലം ജില്ലയിലെ. അടുത്ത പോയിന്റ്, സിൽവർ ലൈൻ പദ്ധതിയുടെ ഗേജ് ആണ് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. 1.435 മീറ്റർ ആണ്. സിൽവർ ലൈൻ പദ്ധതിയുടെ ഗേജ് ഏതാണ്? സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. 1.435 മീറ്റർ ആണ്. അടുത്തത്, സിൽവർ ലൈനിന്റെ പരമാവധി സ്പീഡാണ് 200 km/h ആണ്. സിൽവർ ലൈൻ പദ്ധതിയുടെ പരമാവധി സ്പീഡ് എത്രയാണ്? 200 km/h ആണ്. ഇനി സിൽവർ ലൈൻ പദ്ധതിയുടെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടറാണ് ആര്? വി അജിത് കുമാർ. സിൽവർ ലൈൻ പദ്ധതിയുടെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടറാണ് വി അജിത് കുമാർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സിൽവർ ലൈൻ പദ്ധതിയുടെ ഏകദേശ നീളം 529.45 കിലോമീറ്റർ ആണ്. ആകെ സ്റ്റേഷനുകളുടെ എണ്ണം എത്രയാണ്? 11. ഏതൊക്കെ സ്റ്റേഷനുകളാണ്? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, തൃശ്ശൂർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, എറണാകുളം, കോട്ടയം, ചെങ്ങന്നൂർ, കൊല്ലം, തിരുവനന്തപുരം ഒക്കെ ഇതിൽ ഉൾപ്പെടുന്ന ജില്ലകളാണ്, സ്റ്റേഷനുകളാണ്. അടുത്തത്, ഇതിന്റെ നിർമ്മാണ ചുമതല ആർക്കാണ്? കെ-റെയിലാണ്. കെ-റെയിൽ എന്താണ്? കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല കൊടുത്തിരിക്കുന്നത്. അടുത്ത പോയിന്റ്, കെ-റെയിൽ മെയിൻ്റനൻസ് ഡിപ്പോ, അതായത് അതിൻ്റെ വർക്ക്ഷോപ്പ് സ്ഥാപിതമാവുന്ന സ്ഥലം ഏതാണ്? കൊല്ലം ജില്ലയിലാണ് കെ-റെയിലിൻ്റെ മെയിൻ്റനൻസ് ഡിപ്പോ, അതായത് ഇതിൻ്റെ വർക്ക്ഷോപ്പ് സ്ഥാപിതമാകുന്നത് കൊല്ലം ജില്ലയിലാണ്. അടുത്തത്, സിൽവർ ലൈൻ പദ്ധതിയുടെ ഗേജ് ഏതാണ്? സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. 1.435 മീറ്റർ. 1.435 മീറ്ററാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഗേജിൻ്റെ നീളം. അടുത്തത്, സിൽവർ ലൈൻ പദ്ധതിയുടെ പരമാവധി സ്പീഡ് എത്രയാണ്? 200 km/h ആണ്. 200 km/h ആണ് ഇതിൻ്റെ പരമാവധി സ്പീഡ്. അടുത്ത പോയിന്റ്, ഇതിന് ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടറാണ് ആര്? വി അജിത് കുമാർ. ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടറാണ് വി അജിത് കുമാർ. അടുത്ത ചോദ്യം നോക്കാം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ISRO പദ്ധതിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥാണ്. ISRO പദ്ധതിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ആര്? എസ് സോമനാഥ്. ഇനി ISROയെ കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ ഫുള്ള്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണെന്ത്? ISRO. അതിൻ്റെ ഫുൾ എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ ഫുൾ എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. എന്താണ്? 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. അടുത്ത പോയിട്ട് ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ ബംഗളൂരുവിലാണ് അന്തരീക്ഷ ഭവൻ സ്ഥിതി ചെയ്യുന്നത്. എന്താണത്? ISROയുടെ ആസ്ഥാനമാണ് അന്തരീക്ഷ ഭവൻ. എവിടെയാണ്? ബംഗളൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, 1972 വരെ ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു ISRO. 1972 വരെ
ISRO പ്രവർത്തിച്ചിരുന്നത് ആണവോർജ്ജ വകുപ്പിന് കീഴിലായിരുന്നു. 1972 മുതൽ ബഹിരാകാശ വകുപ്പിന് കീഴിലാണ് ISRO പ്രവർത്തിക്കുന്നത്. 1972 വരെ ISRO ആരുടെ കീഴിലായിരുന്നു? ആണവോർജ്ജ വകുപ്പിൻ്റെ കീഴിലായിരുന്നു. 1972 സെപ്റ്റംബർ മുതൽ ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായി. അടുത്തത് ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണ് ഇത്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, VSSC ആണ് ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി. ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണ് ഇത്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. ഈ VSSCയുടെ ആസ്ഥാനം എവിടെയാണ്? തുമ്പയിലാണ്. VSSCയുടെ ആസ്ഥാനം തുമ്പയിലാണ്. അടുത്ത പോയിന്റ്, ISROയുടെ കീഴിലുള്ള ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണിത്? ശ്രീഹരിക്കോട്ട. ISROയുടെ കീഴിലുള്ള ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണെന്ത്? തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണെന്ത്? തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ISROയുടെ കീഴിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ഇത്? ശ്രീഹരിക്കോട്ട. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിലാണ്. ISROയുടെ കീഴിലുള്ള ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയിലാണ്. ഈ VSSCയുടെ ഫുൾ എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തുമ്പയിലാണ്. എന്താണ്? ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. അടുത്ത പോയിന്റ്, 1972 മുതൽ ബഹിരാകാശ വകുപ്പിന് കീഴിലാണ് ISRO പ്രവർത്തിച്ചു വരുന്നത്. 1972 സെപ്റ്റംബർ മുതൽ ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായി. പക്ഷേ 1972 വരെ ISRO ആണവോർജ്ജ വകുപ്പിന് കീഴിലായിരുന്നു. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ, ബാംഗ്ലൂരിലാണ്. എന്നാണ് ഇത് സ്ഥാപിതമായത്? 1969 ഓഗസ്റ്റ് 15-നാണ് ISRO സ്ഥാപിതമായത്. എന്താണ്? ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ തീർന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. Have a nice day.